നമസ്തേ. നമസ്കാരം. ദേവരാജൻ ചേട്ടൻ്റെ തുരീയമെന്നുള്ള പുസ്തകത്തിൻ്റെ ഡീകോഡിംഗ് ആണ് നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായം, 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആത്മജ്യോതി ദർശനമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടാ, വെൽക്കം ബാക്ക്. ചേട്ടാ, ആത്മജ്യോതി ദർശനം, നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബേസിക് പടികളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ സാധനയുടെ പല പല സ്റ്റേജുകളുണ്ട് എന്ന് ചേട്ടൻ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളുടെ കുണ്ടലിനി അവേക്കനിങ് ഇങ്ങനെ ആയിരിക്കും, ആധാരങ്ങൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോകാൻ പറ്റുമോ, സാധനയുടെ പല പല സ്റ്റേജുകൾ? തീർച്ചയായിട്ടും. കുണ്ടലിനി യോഗയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സവിശേഷമായ ചില ക്രിയകളാണ്, അത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കത് ഡീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്രിയ തുടങ്ങുന്നതോട് കൂടിയിട്ടുണ്ടല്ലോ, ക്രിയ തുടങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ ശരീരത്തിലും മനസ്സിലും കിട്ടിത്തുടങ്ങും. ക്രിയാന്ന് ഉദ്ദേശിച്ചാൽ ആസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാല് ശരീരത്തിന് ഒരു താളം ലഭിച്ചു തുടങ്ങും, ശരീരം ശാന്തമായി തുടങ്ങും. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പല സൂചനകളായിട്ട് പല ഭാഗത്ത് പറഞ്ഞു. അപ്പൊ ശരീരത്തിന് കരുത്ത് വർദ്ധിക്കും, അതിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും. അപ്പൊ അതോടെ ശരീരം ഇങ്ങനെ ശാന്തമായി തുടങ്ങും. ശരീരം ഒറ്റയ്ക്കല്ല, ശരീരം മനസ്സ് എന്ന് ആണ് നമ്മൾ വിവക്ഷിക്കേണ്ടത്. കാരണം ഒരേ നാണയത്തിന്റെ രണ്ട് പുറം പോലെയാണ് ശരീരവും മനസ്സും. അതുകൊണ്ട് തന്നെ ശരീരം ശാന്തമാവുന്നതിനനുസരിച്ച് മനസ്സും ശാന്തമായി വരും. അതുപോലെ ബ്രീത്ത്, നമ്മളുടെ ഈ ബ്രീത്തിലാണ് ഇതിന്റെ ചേഞ്ച് ശരിക്കും നടക്കുന്നത്. നമ്മൾ ഈ സാധനയൊക്കെ ചെയ്യുന്നതിന്റെ ഡയറക്റ്റ് അത് ബാധിക്കുന്നത് ബ്രീത്തിനെയാണ്. ബ്രീത്ത് നമ്മൾ അറിയാത്ത ലെവലില് ബ്രീത്ത് ശാന്തമാവും, ക്ലിയർ ആവും, ശുദ്ധമാവുക എന്നാണ്. ബ്രീത്ത് ശുദ്ധമാവും, ലെങ്തി ആവും. നമ്മൾ സാധാരണ ഒരു സ്പാൻ ഉണ്ട് ബ്രീത്തിങ്ങിന്റെ, ആ സ്പാനിൽ നിന്ന് മാറിയിട്ട് വേറെ വലിയൊരു സ്പാനിലേക്ക് ഇത് മാറും. അങ്ങനെ ബ്രീത്ത് ശുദ്ധവും ദീർഘവുമാവുക, നേർത്ത് വരും. പിന്നെ നമ്മൾ ഈ ശ്വാസം നമ്മൾ ഇങ്ങനെ ഇവിടെ കഴിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാത്ത അവസ്ഥ. സാധാരണ ഒരു സമയത്ത് ഈ ശ്വാസം ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ലെങ്ത്തിലാണ്, അത് നമുക്ക് അറിയാം. ഈ സാധന ചെയ്യും തോറും ബ്രീത്ത് ഷോർട്ടായിട്ട് വരും. ബ്രീത്തിങ് അല്ല ഷോർട്ടാണ്, ഈ പോകുന്ന ബ്രീത്തിന്റെ ലെങ്ത് ഷോർട്ടായിട്ട് തന്നെ വരും. നാസികയ്ക്ക് ഉള്ളിൽ മാത്രമായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുക ശ്വാസം. പിന്നെ ഒരു സ്റ്റേജിൽ അത് ഇവിടെ മാത്രം, ത്രിപുടിയിൽ മാത്രമായിട്ട് ശ്വാസം ഇങ്ങനെ പൾസേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ശ്വസിക്കുന്നുണ്ട് എന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല. സാധാരണ ഒരു നിലയ്ക്ക് നമ്മളിങ്ങനെ കൈവച്ചിട്ട് ശ്വാസത്തെ നിരീക്ഷിച്ചാൽ അകത്തേക്കും ഈ കയ്യിൽ വന്ന് തട്ടും, കൈയിന്റെ പുറം ഭാഗത്ത് ഈ ശ്വാസം വന്ന് തട്ടും. ഇതിന്റെ ലെങ്ത്തിന് വ്യത്യാസമുണ്ട് ഓരോ ആളുകൾ. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ലങ്സിന് ബ്രീത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ, നാഡികളിൽ അശുദ്ധി ഉള്ളപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട് ചെയ്യുന്ന ബ്രീത്തിന്റെ ലെങ്ത് കൂടി വരും. നമ്മൾ അസുഖബാധിത ചില ആളുകളൊക്കെ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിന് ക്യൂ നിൽക്കുമ്പോഴൊക്കെ അറിയാം. ചില ആളുകൾ പുറകിൽ നിന്ന് കഴിഞ്ഞാല് അവരുടെ ബ്രീത്ത് വന്നിട്ട് നമ്മളുടെ ശരീരത്തിൽ വന്ന് ഇങ്ങനെ മുട്ടും. അപ്പൊ നമുക്ക് ഭയങ്കര അസ്വസ്ഥത വരും, കത്തി വെച്ച് കുത്തുന്ന പോലെ വരും. എന്ന് വെച്ചാല് അത്രയും ബ്രീത്ത് തകരാറാണ് അവരിൽ. എന്നുവെച്ചാല് എന്തോ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മഹാരോഗം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും അവരുടെ പഞ്ചഭൂത ബാലൻസിങ് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഇത്രയും ബ്രീത്ത്. അപ്പൊ ഈ പ്രാണായാമ സാധനയൊക്കെ ചെയ്യുന്ന യോഗിയുടെ ബ്രീത്ത്, ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇത് കുറഞ്ഞ് നാസയ്ക്ക് അകത്ത് മാത്രം, പിന്നീട് അതൊരു പൾസേഷൻ പോലെ ഇങ്ങനെയാവും. അവിടെ ആ അവസ്ഥ എത്തുന്നതിനാണ് കേവല കുംഭകം എന്ന്
നമ്മൾ പറയും. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെയാണ് ശരിക്കും ഈ നമ്മള് സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മളുടെ അവേക്കനിങ്ങിന്റെ ഇത് തുടങ്ങും. അതുവരെ അതിനുള്ള മുന്നൊരുക്കങ്ങളും നാഡിശുദ്ധിയാവുന്നതിന്റെ സൗഖ്യവും ഒക്കെയാണ്. മനസ്സിന് ശാന്തി, ശരീരത്തിന് ശാന്തി, മനസ്സിന് ശാന്തി. നമ്മളുടെ തോട്ട്സ് ഒക്കെ എങ്ങനെ പണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനസ്സുണ്ടല്ലോ, അത് കുറേശ്ശെ കാമായി വരും. കൂടുതൽ കൂടുതൽ ഫോക്കസിങ്. ഇതെന്തിനാ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ സാധകന് അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും അറിയാതെ ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ഇതൊക്കെ അനുഭവിക്കും. അപ്പൊ തോട്ട്സിന്റെ എണ്ണം കുറയലാണ് ആദ്യം ഉണ്ടാവുക. ഭ്രാന്തമായ ചിന്തകൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, അതിന്റെ എണ്ണം ഇങ്ങനെ ഒഴുക്ക് കുറഞ്ഞു. അതുപോലെ അതിന്റെ തീവ്രതയും കുറയും. ഓരോ ചിന്തയും നമ്മളുടെ മനസ്സിലേൽപ്പിക്കുന്ന ആ ആഘാതമുണ്ട്. ഒരു ആഘാതം വരുത്തിയിട്ടാണ്, റെക്കോർഡിങ് നടത്തിയിട്ടാണ് ഈ സാധനം പോകുന്നത്. അതിന്റെ ആഴം കുറഞ്ഞു വരും. അപ്പൊ മനസ്സ് എന്നത് നമുക്കൊരു ഭാരമല്ലാതെ വരികയാണ്. മനസ്സ് ലഘുവായി നമ്മൾ കൂടുതൽ ആനന്ദത്തിലേക്ക് വരും. പ്രസന്റ് മൊമെന്റിലേക്ക്, പ്ലസൻസ്, നമ്മൾ അങ്ങനെ ആയി മാറും. അപ്പൊ നമ്മളതിങ്ങനെ ആസ്വദിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ യോഗ പദ്ധതി എന്ന് പറഞ്ഞാല് ഏതൊരു മയക്കുമരുന്ന് നൽകുന്നതിനേക്കാൾ ആനന്ദമാണ് ഇതിന്. അതിന്റെ ഒരു അഡിക്ഷൻ അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഇത് എൻജോയ് ചെയ്ത് വരും. അപ്പൊ നമ്മള് ഈ ക്രിയയിൽ ഇങ്ങനെ തുടരും. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള അനുഭവങ്ങൾ. ഇത് കഴിഞ്ഞാലാണ് നാഡികൾ നമ്മുടെ വേണ്ടത്ര ശുദ്ധിയായിരിക്കുമ്പോൾ പ്രാണായാമം ഉണ്ട്. ഇതിൽ ഓർക്കണം, അത് നമ്മൾ ഈ കുണ്ടലിനി യോഗയിൽ സവിശേഷമായ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ ഈ എടുക്കുന്ന ബ്രീത്ത് ഉണ്ടല്ലോ, അത് അവിടെ നിൽക്കില്ല. അവിടുന്ന് വഴുക്കിയിട്ട് അങ്ങോട്ട് പോകും. ആ ശ്വാസത്തിന്റെ ആ കെട്ട് വിടും. അതിനു മുമ്പായിട്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു തുടങ്ങി ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു തുടങ്ങി. അപ്പൊ ആ സ്റ്റേജിൽ തന്നെ ആധാരങ്ങൾ ചക്രങ്ങളായി മാറുക എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഇതൊക്കെ എന്താ വെച്ചാല് സൈമൾട്ടേനിയസ്ലി നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് പറയാൻ പറ്റില്ല. എന്നാൽ ഇതൊക്കെ ഉണ്ട്, സംഭവിക്കും. ഈ ബ്രീത്ത് വിടുന്ന ഈ കെട്ട് വിട്ടിട്ട്, പ്രാണന്റെ ഈ കെട്ട് വിട്ടിട്ട് ആ ബന്ധനത്തിന് മോചിതനാവുമ്പോഴാണ് ആ കേവല കുംഭകം എന്നുള്ള അവസ്ഥ, ഈ ശ്വാസം പിന്നെ ഇവിടെ മാത്രമായി വരുന്ന അവസ്ഥ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ആ സമയത്തേക്ക് ഈ നാഭി അങ്ങനെ ചൂട് പിടിച്ചിട്ടുണ്ടാവും. നാഭി പ്രദേശം വേണ്ടത്ര ചൂട് പിടിച്ചിട്ടുണ്ടാവും. ശരീര ഊഷ്മാവ് ഓരോ ദിവസവും വർദ്ധിച്ചു വരും കേട്ടോ. നമ്മൾ ഈ ക്രിയ ചെയ്യുന്നതോറും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ശരീരത്തിന് പനിക്കോള് പോലെ ഉണ്ടാവും. പനിയൊന്നും ഉണ്ടാവില്ല, പനിക്കോള് പോലെ ശരീരതാപം. അതായത് അത് ശരിക്കും യോഗാഗ്നിയാണ്, ഉള്ളിലുള്ള നമ്മുടെ യോഗാഗ്നി. അപ്പൊ ശരീരത്തിന് ചെറിയ ഉള്ളിലൊരു ചൂട് ഇങ്ങനെ തുടങ്ങും. എപ്പോഴും ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് അതിലേറെ ഫീൽ ചെയ്യും. നമ്മളെ അടുത്ത് കിടക്കുന്നവർക്കൊക്കെയാണ് അത്. അവര് അറിയാം എന്താ പനിയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ കൈവെള്ള, കാൽവെള്ള, അതൊക്കെ ചെറിയൊരു ചൂടുണ്ടാവും എപ്പോഴും. ഇത് നാഭി പ്രദേശം പ്രാണന്റെ ഈ പ്രാണായാമത്താൽ ചൂട് പിടിക്കുമ്പോഴാണ് ഈ ഇവിടുത്തെ ആ നാഡി ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട നാഡി ഓപ്പൺ ആയിട്ട് ഒരു മുടിനാരിന്റെ വണ്ണമുള്ള ഒരു വിര പോകുന്ന പോലെ ചെറിയൊരു സർപ്പം തോന്നുന്നു. അതായത് നമ്മളൊരു സെമന്റ് ഒരു ബീജത്തെ നമ്മൾ ചിത്രത്തിൽ കാണുന്നില്ലേ, അതുപോലെ അത്രയും നേരത്തെ ഒരു സംഭവം, കുറച്ച് നീളത്തിൽ ഒരു മുടിനാരിന്റെ ഒരു സംഭവം ഇവിടുന്ന് കണ്ട് പായും താഴേക്ക്. അത് യഥാർത്ഥത്തിൽ ഒരു സംഭവമല്ല. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു, ആ ഊർജത്തിന്റെ ഇത് തുറന്നിട്ട്, ആ ചാനൽ തുറന്നിട്ട് ഊർജം പ്രവഹിക്കുന്നു. അത് പക്ഷെ നമുക്കൊരു ചെറിയൊരു സർപ്പമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് 2.5 ചുറ്റുതറ ഈ വലുപ്പം, ഈ നീളത്തിനാണ് അത് പറയുന്നത്. അത് ഇങ്ങോട്ട് പാഞ്ഞ് താഴേക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നതാണ് കുണ്ടലിനിയുടെ ഉദ്ധാനം ഈ യോഗയിൽ കേട്ടോ, കുണ്ടലിനി യോഗ. അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി, എന്താ ഒരു സംഭവം ഇവിടെ ചലിച്ചല്ലോ എന്ന്. ഒരു ചലനം തന്നെയാണത്. പക്ഷെ പിന്നീട് നമ്മളൊന്നും അതിനെപ്പറ്റി അറിയില്ല. ഇവിടുന്ന് പോയത് മാത്രമേ അറിയുള്ളൂ നമ്മൾ. പക്ഷെ
ഇത് ഓരോ ദിവസവും കംഫർട്ടബിൾ ആയി വരുന്നത് നമ്മൾ അറിയും. പിന്നെയാണ് നമുക്കറിയാം ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഞാൻ പറയുന്നത് ഓരോ ദിവസം ഇന്ന ദിവസം ഇന്നത് അടുത്ത ദിവസം അങ്ങനെയല്ല. അത് ഓരോ സാധകനിലും വ്യത്യസ്തമായിരിക്കും. കാരണം ആ വ്യക്തിയുടെ നാഡികൾ എത്രത്തോളം ശുദ്ധമായിരിക്കും എന്നുള്ളതും അദ്ദേഹം ചെയ്യുന്ന സാധനകൾ എത്ര തീക്ഷ്ണമായതാണെന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് വേഗത്തിലും ഉണ്ടാവാം, മാസങ്ങൾ എടുത്തിട്ടും ഉണ്ടാവാം ഓരോ സ്റ്റേജും. അത് വ്യത്യസ്തമായിരിക്കും. എന്തായാലും ഈ സ്റ്റേജ് കഴിയുമ്പോൾ അടുത്ത ഒരു സ്റ്റേജില്, അതായത് ഇപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് സംഭവിച്ചത് എന്താ വെച്ചാല് നാഭിയിൽ നിന്ന് പുറപ്പെട്ട ഈ നമ്മുടെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് അത് മൂലാധാരത്തിൽ എത്തിച്ചേർന്ന് മൂലാധാരത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അല്ലെങ്കിൽ ആ മൂലാധാര ഭേദനം വരെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. അപ്പോ ആ ഭേദനത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ മൂലാധാരം ഇങ്ങനെ ചൂടുപിടിക്കും. നാഭി പ്രദേശത്ത് എങ്ങനെ ചൂടനുഭവപ്പെട്ടോ അതിനേക്കാൾ തീക്ഷ്ണമായിട്ട് ഒരു പോയിന്റിൽ, കാരണം അവിടെ ഒരു പോയിന്റ് ആയതുകൊണ്ട് ആ പോയിന്റിൽ ഇങ്ങനെ ചൂട് കൂടി വരും. ആ പോയിന്റും അതിന് ചുറ്റുമുള്ള ഒരു വൃത്തമണ്ഡലത്തിലും ചൂട് കൂടി ഇങ്ങനെ വരും. അത് നമുക്ക് അറിയും ഇതെന്താ ഇവിടെ ചൂട്. അപ്പൊ ഈ യോഗ പദ്ധതിയെ കുറിച്ച് അറിയുന്നവർക്ക് ബേജാറില്ല, ഇത് മൂലാധാരം ആക്റ്റീവ് ആവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാത്തത് കൊണ്ട് ഞാൻ ആകെ ബേജാറായിരുന്നു. ചേട്ടാ, എനിക്ക് അതിനെ ഒരു വലിയൊരു നമ്മുടെ സാധാരണ ലൈഫിലുള്ള ഒരു കാര്യമായിട്ട് എനിക്കത് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഓണത്തിനും ദീപാവലിക്കും ഒക്കെ ഈ മത്താപ്പൂവും ചക്രവും എന്ന് പറയുന്ന രണ്ട് സാധനമാണ്. ഇതിന്റെ ഒരു എഫക്റ്റ് ആണ് ആ സാധനം അല്ലേ? മേളിലോട്ടുള്ളത് മത്താപ്പൂവും മറ്റേത് ചക്രങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ ഇത് ചക്ര ആവുന്നതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജാ പറയും. ഇങ്ങനെ ചൂട് പിടിച്ചിട്ട് ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കും ഒരു ദിവസം. പിന്നെ ഈ ചക്രം ഭേദിക്കും. അവിടെ ചൂട് പിടിച്ചിട്ട് ഇതെല്ലാം സംഭവിക്കാൻ നമുക്ക് ഉറക്കത്തിലാണ്. അതാണ് അതിന്റെ ഒരു നമ്മള് പകല് നമ്മൾ ഇങ്ങനെ ബോധത്തിലിരിക്കുന്ന സമയത്തൊന്നും ഈ ശക്തിയുടെ ഉദ്ധാനത്തിന്റെ ശബ്ദമോ അത് അങ്ങനെ കേൾക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്തുണ്ടല്ലോ, കിടന്നു കഴിയുമ്പോ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അപ്പോഴാണ് ഈ ശക്തി പായുന്നത്. നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിരിക്കുന്ന വെർട്ടിക്കലായിരിക്കുമ്പോ അത് ക്രിയ ചെയ്യുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത് അന്ന് രാത്രി നമ്മൾ കിടക്കുമ്പോൾ. അത് മൂലാധാരത്തുനിന്ന് അത് വിട്ട് കഴിയുമ്പോ മൂലാധാരത്താണ് അടുത്തൊരു സ്റ്റേജില് അത് അവിടെ ചൂടായിട്ട് അനുഭവപ്പെടും. പക്ഷെ മൂലാധാരം ഭേദിച്ചു കഴിയുമ്പോണ്ടല്ലോ അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താ വെച്ചാല് നമ്മളുടെ ഈ പഞ്ചകോശ നിർമ്മിതമാണ് ശരീരം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്പോഴാണ് അറിയാം. നമ്മുടെ ഒരു ഷെല്ല് ഒരു ഔട്ടർ ലെയർ പൊട്ടിപ്പോയ പോലെ തലയുടെ ഇത് കപാലം അല്ല, മൊത്തം ശരീരത്തില് ഒരു ലെയർ പൊട്ടിയിട്ട് നമ്മളെ ഏതോ ഒരു അഗാധതയിലേക്ക് ഒരു ലെയർ താഴേക്ക് വന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ ഫസ്റ്റ് ലെയർ നമ്മള് പൊഴിഞ്ഞു പോയ പോലെ തോന്നും. എന്ന് വെച്ചാല് നമ്മള് പുറമെ ഉണ്ടായിരുന്ന നമ്മുടെ സ്കിന്നിന്റെ ആ ലെയർന്ന് ഈ ഒന്ന് അന്നമയ കോശത്തിൽ നിന്ന് അകത്തേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് പിന്നീട് തോന്നുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ മൊത്തം ഈ അവബോധം എന്ന് പറഞ്ഞാൽ ഒരു ഷെല്ല് പൊട്ടി ഉള്ളിലേക്ക് എത്തിയ പോലെ തോന്നും. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ആ സമയത്തുണ്ടല്ലോ അനുഭവം തന്നെ വ്യത്യാസമായിട്ടോ. മൈൻഡ് ഓരോ ഷെല്ല് ഭേദിക്കും തോറും നമ്മൾ മൈൻഡ് വേറെ ലെവലിലാണ്. ആ വ്യക്തി തന്നെ മാറുകയാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ മാറ്റും. മൈൻഡ് കുറച്ചും കൂടി ഭയങ്കര പ്ലസന്റ് ആയി വരും. അത് നമുക്ക് വാക്കുകളിൽ എങ്ങനെ പറയുന്ന അറിയില്ല. അത് ഭയങ്കരമായിട്ട് പ്ലസന്റ് ആവും. നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടു കഴിഞ്ഞു എന്നുള്ള അതാണ് വേറൊരു ലോകത്തിന്റെ ആളായിട്ട് മാറാൻ. അത്രയും ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അതിൽ നടക്കുന്നത്. അതിന്റെ തുടക്കമാണ്. നമ്മൾ ഈ സാധനങ്ങൾ തുടരും തോറും പിന്നെ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈ ചക്രഭേദനങ്ങളാണ്. ഈ ചക്രഭേദനങ്ങളിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അനുഭവത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ. കാരണം ഓരോ ആളുകളിലും ഏതെല്ലാം പൊസിഷനിലാണോ ഇത് ബ്ലോക്കായിട്ട് എനർജി വന്ന് ബ്ലോക്കായി നിൽക്കുക. ഇപ്പോ ഈ ശ്വാസത്തിന്റെ കെട്ട് വിട്ടിട്ട്
പിന്നെ നമ്മൾ വേറൊരു മനുഷ്യനായി മാറുകയാണ്. പിന്നെ ഈ ഇവിടുന്ന് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ തേജസ് ഉയർന്നു ഇങ്ങനെ ഓരോ ചക്രങ്ങളായിട്ട് ഭേദിക്കാൻ. ഈ ചക്രഭേദനത്തിന് എത്ര സമയം എടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്കും വ്യത്യാസം ഉണ്ടാവും ഓരോ ചക്രം. ഇതിന്റെ ഒരു പൊതു തത്വം ഇതാണ്: ഒരു ചക്രത്തിൽ ഈ ഊർജം എത്തിക്കഴിയുമ്പോൾ ആ ആധാരം ചൂട് പിടിക്കും. അവിടുന്ന് അത് മുകളിലേക്ക് പോകുമ്പോൾ ആ ആധാരം തണുക്കും. എവിടെയാണോ എത്തിച്ചേർന്നത് ആ ആധാരം വീണ്ടും ചൂട് പിടിക്കുകയും ചെയ്യും. ഇത് ചിലപ്പോ എല്ലാ ചക്രങ്ങളും ഒറ്റയടിക്ക് ഓപ്പൺ ആവാം, അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളായിട്ട് ഓപ്പൺ ആവാം. അതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഓരോ വ്യക്തിയിലും ചില ചക്രാസ് ഫീൽ ചെയ്യില്ല, ആൾറെഡി ഓപ്പൺ ആയിരിക്കും അത്, അതുകൊണ്ട് അത് ഫീൽ ചെയ്യും. ഓക്കെ, എന്തായാലും ഇത് സംഭവിക്കുമ്പോൾ ഓരോ ചക്രം കടക്കും തോറും അതിൻ്റെതായിട്ടുള്ള അനുഭൂതികൾ, ഓരോ ചക്രത്തിനും ഓരോ സവിശേഷമായ ഗുണങ്ങളുണ്ട്. ഈ ആധാരങ്ങള് ഭേദിച്ച് ഈ ശക്തി ഉയരും തോറും ഏത് ആധാരത്തെ ഭേദിച്ചുവോ അത് ചക്രാവും, ഒന്ന് കറങ്ങും, നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അതിന് ചക്ര എന്ന് പറയുന്നത്, ഷഡാധാരങ്ങളെ ചക്രാസ് എന്ന് പറയുന്നത്. അതിന്റെ അനുഭൂതികളും നമുക്കുണ്ടാവും, അതിൻ്റെതായ സിദ്ധികൾ. ഓരോ ചക്രം ഉണരുമ്പോഴും ഓരോ പ്രത്യേക ക്വാളിറ്റീസ് വ്യക്തിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മാറിപ്പോകും. അത് കഴിഞ്ഞ് ഈ അനാഹതമൊക്കെ തുറക്കുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം. ഈ പ്രധാനപ്പെട്ട ഈ 3 ഉണ്ടല്ലോ, മൂലാധാരം, അതുപോലെ ഇവിടെ അനാഹതം, ഈ ആജ്ഞ, ഇത് തുറക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധി ഒക്കെ തുറക്കുന്നത് കൃത്യമായിട്ട് അറിയും. കാരണം അത് വലിയ ഗ്രന്ഥികളാണ്, അതിലൂടെ ഊർജം പാസ് ചെയ്യുന്നത് കൃത്യമായിട്ട്. അനാഹത ചക്രമൊക്കെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ കറങ്ങും. നമ്മളെ ഈ സോളാർ പ്ലക്സസിന്റെ ഭാഗത്തായിട്ടാണ് വരിക. അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കറങ്ങും. ഇതാണ് വയറാണ് സോളാർ പ്ലക്സസ്. അതിന്റെ മുകളിൽ ഈ നമ്മുടെ ഈ ചെസ്റ്റ് ചേരുന്ന ഈ ഭാഗത്തായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം. മണിപൂരകം ഉണ്ട്, അതിനേക്കാളൊക്കെ ശക്തമായി കറങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അത് ഗേറ്റ് അല്ലേ, ഹെവനും എർത്തും കൂടെ ഉള്ള ഗേറ്റ്. അതെ, അത് ഇത് തുറന്നു കിട്ടുന്നതോട് കൂടിയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മള് ഹൃദയത്തിലേക്ക് മാറി, ഷിഫ്റ്റിങ്, നമ്മളെ ഹൃദയത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ ഭയങ്കര ഈ യൂണിവേഴ്സൽ ലവ് ആണ്, പിന്നെ എല്ലാത്തിനോടും കമ്പാഷനാണ്, കാരുണ്യം. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ മനുഷ്യനല്ലാതെ മനുഷ്യൻ ദേവനായിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ദൈവം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ആ മനുഷ്യന് മാത്രമേ ദൈവമാവാൻ പറ്റുള്ളൂ. മറ്റു ജീവികളൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചു. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യന് നീചനും ആവാം, ഉയർന്ന ദേവനും ആവാം. അപ്പൊ അതായി കഴിയും. നമുക്ക് മനുഷ്യ സഹജമായിട്ടുള്ള മറ്റു വികാരങ്ങളുണ്ടല്ലോ, അസൂയ, കുശുമ്പ്, നന്മ, ഈർഷ്യ, ദേഷ്യം, ഇതെല്ലാം കുറഞ്ഞ് പവിത്രമാവും. നമ്മളുടെ ഉള്ളിലുള്ള വികാരം സ്നേഹം മാത്രമായിട്ട് മാറും. അതിങ്ങനെ റേഡിയേറ്റ് ചെയ്യും, എല്ലാത്തിനോടും പ്രണയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അത് ഭയങ്കരമാണ്. ചില ആളുകൾ ജന്മനാ തന്നെ ഏകദേശം കുറെ എനർജി ഹാർട്ട് വരുന്നവരായതുകൊണ്ടാണ് അവർ ഭയങ്കര ലവബിൾ ആയിട്ട് തോന്നുന്നത്. ചില ആളുകൾക്ക് നമ്മൾ സാധനം കൊണ്ട് അവിടെ എത്തുമ്പോൾ ആ ഭാവത്തിലേക്ക് മാറും. ഇതോട് കൂടിയിട്ട് ആകർഷണീയത വർദ്ധിക്കും. ആളുകൾ ഈ സാധകനിലേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങും. ഒന്നാമത് ഈ ഊർജം സാധനം തുടങ്ങുമ്പോൾ തന്നെ ഈ ഊർജത്തിന്റെ താഴേക്കുള്ള ഒഴുക്ക് മാറി മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് തന്നെ ഈ വ്യക്തിയിലേക്ക് ആളുകള് എന്തുകൊണ്ടെന്ന് അറിയാതെ ഒരു പ്രത്യേക ആകർഷണീയത ഉണ്ടാവും ഈ വ്യക്തിക്ക്. ഇതിന്റെ ഈ എനർജി ഫീൽഡിന്റെ ക്വാളിറ്റി ഉണ്ടാകുന്ന മാറ്റാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, എന്തോ ഒരു പ്രത്യേകതകളാണ്. അത് സ്വാഭാവികമാണ്, ഇങ്ങനെ അതിലേക്ക് വീഴും. ഹൃദയചക്രം തുറക്കുന്നതോട് കൂടിയിട്ട് അത് 10 മടങ്ങാവും. കാരണം ഈ ലവബിൾ ആയിട്ടുള്ള ലവ് മാത്രമായിട്ട് മാറിയ ആ പേഴ്സണിലേക്ക് എല്ലാവരും അട്രാക്ട് ചെയ്യപ്പെടും. അത് വലിയൊരു അവസ്ഥയാണ്. അത് കഴിയുമ്പോഴാണ് ഈ ത്രോട്ട് ചക്ര. ഇത് ഇവിടെ തുറന്നു കിട്ടണമെങ്കിൽ കുറച്ച് ഇവിടെ വന്നിട്ടാണ് അടുത്ത. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറുക എന്നുള്ളത് സാധനയുടെ തീഷ്ണത തന്നെയാണ്. അതിനുള്ള വിദ്യകൾ തന്നെ പ്രയോഗിക്കുമ്പോഴാണ് നമുക്കത് കിട്ടുള്ളൂ. ഇത് ഈ ചക്ര തുറന്നു കഴിയുമ്പോൾ ആണ് നമുക്ക് ഈ ശബ്ദത്തിന്റെ ഒക്കെ ഒരു മാറ്റം. അത്
പാർഷ്യലി ഓപ്പണായ ആളുകളിലൊക്കെ തന്നെ അറിയാം അവരുടെ ശബ്ദം പിന്നെ സ്ഫടിക സമാനമായ സ്റ്റീരിയോഫോണിക് ശബ്ദമായിരുന്നു. അത് നമ്മൾ ഒരാളെ എൻലൈറ്റഡ് ആയിട്ടുണ്ടോ, അത് നമ്മൾ വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യും. എൻലൈറ്റ്മെന്റിന്റെ ഇതിൽ കടന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ തന്നെ, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്ന് അറിയണമെങ്കിൽ ശബ്ദത്തിനൊരു പ്രത്യേക തരത്തിലുള്ള സ്ഫടിക സമാനമായ ശബ്ദം എന്നൊക്കെ പറയും. ക്ലാരിറ്റി, ഒരു ഞാൻ പറയുവയ്യ, ഒരു പാത്രം നിലത്ത് വീണ് കഴിയുമ്പോൾ സ്റ്റീലിന്റെ ഒരു ചിലപ്പില്ല, അതുപോലത്തെ ഒരു പ്രത്യേക സ്റ്റീരിയോഫോണിക് ശബ്ദം, അങ്ങനത്തെ ഒരു ശബ്ദമായിട്ട് മാറും. അത് മാത്രല്ല ഭാഷാ സ്വാധീനം കൂടും. ഭാഷയില് നമുക്ക് അതിങ്ങനെ അനർഘളമായിട്ട് ഇങ്ങനെ ഒഴുകും ഭാഷ. ഈ പദങ്ങളും ആശയങ്ങളും ഒക്കെ ഇങ്ങനെ, അത് ഒരു തടസ്സം ഉണ്ടാവില്ല. നമ്മള് ഇങ്ങനെ വരുന്നത് എപ്പോഴും ആലോചിക്കേണ്ടി വരുന്ന എപ്പോഴും ഇവിടെ ബ്ലോക്ക് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ എനർജി ലെവൽ കുറയുമ്പോഴാണ്. ഇത് ഭേദിച്ച് കഴിയുന്നതോട് കൂടിയിട്ട് സരസ്വതി വിലാസം എന്നൊക്കെ പറയണ പോലെ അത് ഇങ്ങനെ വന്നോളും. അപ്പോ ഞാനൊരു സത്യം പറയാം, എനിക്ക് ഞാൻ ശരിക്കും മലയാളം ഇത്ര നല്ലപോലെ സംസാരിക്കുന്നത് ഇപ്പോഴും സംസാരിച്ചിട്ടില്ല. ഈ പോഡ്കാസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷം, അതിനു മുമ്പൊന്നും ഇത്രയും ആ ഒരു നല്ല ഇതായിട്ട് മലയാളം ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അത് എന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് ഓൺ എ ഡെയിലി ബേസിസ്. എന്റെ മലയാളം കൂടുതൽ ആദ്യത്തെ എന്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആൾക്കാര് കമന്റ് ഇടാൻ തുടങ്ങി മലയാളത്തിൽ പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇമ്പ്രൂവ് ചെയ്തു, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ തുടർന്നോ? അപ്പൊ ഇതുകൊണ്ടാണ് ഒരു യോഗി എപ്പോഴും ഒരു കവിയാണ്, അല്ലെങ്കിൽ ഒരു എഴുത്ത് സാഹിത്യം, അയാൾക്കാൾ വിളങ്ങും, കലകൾ വിളങ്ങും. ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ കലാകാരൻ ഇടയ്ക്കൊക്കെ യോഗയുടെ തല സ്പർശിക്കും, ഇടയ്ക്കൊക്കെ. അതുകൊണ്ടാണ് ആ ക്രിയേറ്റിവിറ്റി അത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരുന്നു. അപ്പോ ഈ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം, പിന്നെ ഇതിന്റെ ഒരു ആധികാരികത, പിന്നെ ഇതൊക്കെ തുറന്നു കഴിയുമ്പോൾ പിന്നെ പറയുന്നത് മുഴുവൻ അത് ആലോചിച്ച് ഉണ്ടാക്കി പറയുന്നതായിരിക്കില്ല. എന്താണോ പറയുന്നത് അത് സത്യമായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതായിരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉത്തരം. അതിനപ്പുറത്തൊരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. അതിനത്രയും പവറായി സത്യത്തോട് അടുക്കുന്ന അറിവ് ഇങ്ങനെ ഇങ്ങോട്ട് വരും. സത്യമായിട്ടുള്ള അറിവ് മാത്രമേ ഇത് കൂടെ ഇങ്ങോട്ട് വരുള്ളൂ. ഏതൊരു പ്രശ്നം ഒരാള് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ഇതാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് അങ്ങനെ അത് എവിടുന്നാണ് അറിവ് വരിക പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അടുത്ത സ്റ്റേജിലാണ് നമ്മളെ ആജ്ഞാചക്രം തുറക്കൽ. ഈ ആജ്ഞാചക്രം തുറക്കലും സഹസ്രാരത്തിലേക്കുള്ള ആ കണക്ഷൻ രൂപപ്പെടലും ഒക്കെ ഏകദേശം സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. എന്റെ അനുഭവത്തിൽ ഈ സ്റ്റേജാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. ഈ ചക്രങ്ങളൊക്കെ തുറക്കുന്നതും പൊടുന്നനെയാണ്. എനിക്ക് 3 ദിവസത്തിന്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ സംഭവിച്ചത്. അതുകൊണ്ട് പിന്നെ ഓരോ അനുഭവം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഓരോ ചക്രത്തിലുള്ള പെട്ടെന്നായതുകൊണ്ട് ഈ ആജ്ഞാചക്രം തുറക്കുന്ന സമയത്താണ് അത് തുറന്നു കഴിയുമ്പോൾ എനിക്ക് അന്നേ ദിവസം തന്നെയാണ് എന്നെ സഹസ്രാരവും ഓപ്പൺ ആയത്. അതുകൊണ്ട് 2 അനുഭവങ്ങളോട് ചേർത്തിട്ടേ പറയാൻ പറ്റും. അത് കഴിയുമ്പോഴാണ് നമ്മള് ഈ മുഴുവൻ ഷെല്ലും പൊട്ടിപ്പോയി. നമ്മള് കേന്ദ്രത്തിലെത്തി, എംബ്രിയോയിലെത്തിയ പോലെ. ശരി, ആ സമയത്ത് ഞാൻ ഉണർന്ന് കിടക്കുക. ഉണരുമ്പോഴാണ് നമ്മളത് അറിയുന്നത് ഇത് സംഭവിച്ചത്. വെളുപ്പിനൊരു 2 മണി 2:30 മണിക്കൊക്കെ ആണെന്നാണ് ഓർമ്മ. ആ സമയത്ത് എന്താ വെച്ചാല് നമ്മള് ഏതോ ഒരു ഉള്ളിലുള്ള ഒരു കേന്ദ്രത്തിൽ എത്തിയിരിക്കണം. ശിരസിന്റെ ഉള്ളിലുള്ള ഒരു കേന്ദ്രം. അവബോധം എന്നത് ഇങ്ങനെ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന അവബോധം ഒരു കേന്ദ്രത്തിൽ, ഒരു ദീപനാളം നമ്മൾ കാണും. ഈ ശിരസിന്റെ ഒത്ത നടുക്കായിട്ട് ഉള്ളില് അതിന്റെ കേന്ദ്രത്തിൽ നമ്മളൊരു വിളക്കിന്റെ തിരി കാണും. അതിങ്ങനെ ഇളകില്ല, ചലനമില്ലാത്ത ഒരു ദീപനാളമാണ്. ശരിക്കും ഒരു നിലവിളക്കിന്റെ തിരി കത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അതേ ഷേപ്പ്, അതേ നിറം, അത് അനങ്ങാതെ അവിടെ സെന്ററിൽ ഉണ്ടാവും. നമ്മളുടെ മൊത്തം കോൺഷ്യസ്നെസ് അവിടെ തന്നെ ആയിരിക്കും.
അത് ഞാൻ എന്നത് അവിടെ മാത്രമായിട്ട് അടങ്ങി. അവിടെയാണ് ഞാൻ. നമ്മൾ ഈ ശരീരമൊന്നും അല്ല, അതാണ് ഞാൻ എന്ന് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. നമ്മുടെ ആത്മാവാണ്. അതിനെയാണ് ആത്മജ്യോതി എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്നെ ശാസ്ത്രാരമൊക്കെ തുറന്നിട്ട് നമുക്ക് അതുവരെ സാധനയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ കിരികിരിപ്പ്, ഇങ്ങനെ എന്തൊക്കെ സെൻസേഷൻസ് ആണ് ഉണ്ടാവുക. അതാണ് എല്ലാ ആളുകളും പ്രാക്ടിക്കൽ സാർ ഇവിടെ ഒരു കിരികിരിപ്പ് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെ ഫീൽ ഉണ്ട്, ചെറിയ തണുപ്പ് എന്നൊക്കെ, ഇതൊക്കെ ഓരോ സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ്. ഇത് സംഭവിച്ചു കഴിയുമ്പോ എങ്ങനെയാ വെച്ചാല് ഈ ഭാഗം ഇങ്ങനെ തുറന്ന ഒരു ഫീലാണ് ഉണ്ടാവും. ഇവിടെ നിങ്ങണ്ട് ഒരു എനർജി ബീം ഇങ്ങനെ ഇങ്ങനെ കോണിക്കലായിട്ട് ഷേപ്പിൽ ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്നുണ്ടാവും. അതിന്റെ കേന്ദ്രം ശിരസിന്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെ വന്നിട്ട് ആ പോയിന്റ്. അതുപോലെ ഇവിടുന്നും കോണിക്കലായിട്ടൊരു എനർജി ബീം പോകും. അതിന്റെ കേന്ദ്രം അതിന്റെ തേടയും അത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട്, ഇത് വെർട്ടിക്കലായിട്ടും കോണിക്കൽ ഷേപ്പാണെന്ന് ഓർക്കണം. ഇതിന്റെ രണ്ടിന്റെയും ആ കോണ് ഒരു ബിന്ദുവിലാണ്. അതാണ് അവിടെയാണ് നമ്മൾ നമ്മുടെ ജ്യോതി കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് പീനിയൽ ഗ്ലാൻഡാണ്. ആ പീനിയൽ ഗ്ലാൻഡ് നമുക്ക് അറിയേ, ശരിക്കും ഒരു പയർമണിയുടെ വലുപ്പത്തിലുള്ള ആ കേന്ദ്രം നമുക്ക് അറിയും. അത് ശിരസിന്റെ ഒത്ത നടുക്കാണ്. ഇപ്പൊ നമുക്ക് അറിയേയില്ല അത്. പക്ഷെ ആ അവസ്ഥയിൽ നമുക്ക് ആ പയർമണി തന്നെ ശരിക്ക് ഉള്ളില് അറിയും. അതാണ് ജ്യോതിയായിട്ട് കാണുന്നത്. നമ്മൾ അവിടെ ഉണ്ടാവും. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചം മുഴുവൻ, അതിന്റെ മുഴുവൻ കേന്ദ്രം നമ്മളാണ്. എൻലൈറ്റ്മെന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിലൂടെയാണ് എല്ലാം കടന്നു പോവുക. നമ്മള് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി. ഇപ്പൊ ആ അവസ്ഥയിൽ നമ്മള് ഒരിക്കലും കണ്ണ് തുറന്ന് നമുക്ക് പുറത്തു വരാനേ തോന്നില്ല. സമാധി അവസ്ഥയാണ് ആ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ യോഗനിദ്രയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ശരിക്ക് യഥാർത്ഥത്തിൽ അതാണ്. ആ ജ്യോതിയിൽ ലയിച്ചിരിക്കുക, ആത്മജ്യോതിയിൽ തന്നെ ലയിച്ചിരിക്കലാണ്. ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നും. ഒരിക്കലും നമുക്ക് ഇതൊന്ന് പുറത്തു വരണ്ടാവുന്നു. കാരണം അത് അത്രമേൽ അനുഭൂതിദായകമാണ്. ആ അനുഭൂതിയെ നമുക്ക് വാക്കുകളൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ ബ്രഹ്മാനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്ന അവസ്ഥ. മൈൻഡൊന്നും ഇല്ല, മൈൻഡ് ഇല്ലല്ലോ, സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അപ്പൊ അങ്ങനെ എല്ലാം അറിയുന്നു, എല്ലാം അറിയുന്നുണ്ട്. ആക്റ്റീവ് മോഡിലാണ്, നമ്മൾ നിദ്രയിലല്ല. എല്ലാം അറിയുന്നു, പക്ഷെ ഒരു ചലനവും നമ്മളിൽ ഉണ്ടാക്കുന്നില്ല. ഈ അറിവൊന്നും ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. നമ്മൾ സ്ഥിതപ്രജ്ഞനായി എന്ന് പറയും. സ്ഥിതപ്രജ്ഞൻ, സ്ഥിരമായ ആ ബോധം സ്ഥിതമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് എൻലൈറ്റ്മെന്റിന്റെ ഒരു ഫൈനൽ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഇവിടുന്ന് എനർജി താഴേക്ക് പോകുന്നത്, മൂലാധാരം ഭേദിക്കുന്നവരെ. സെക്കൻഡ് സ്റ്റേജ് കുണ്ടലിന്റെ ഉദ്ധാനം, അതായത് നട്ടലിലൂടെ മുകളിലേക്ക് എത്തുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആജ്ഞയും സഹസ്രാരവും ഉണർന്ന് ഈ ആത്മജ്യോതി ദർശിക്കുന്നതും അതിൽ ലയിച്ചിരിക്കുന്നതാണ്. ഇനി അയാൾ ഈ ലോകത്തിൻ്റെതല്ല, അയാൾ ദിവ്യമായ ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കില്ല. രണ്ടാമതൊന്ന് ജനിച്ചു കഴിഞ്ഞാൽ അതാണ് ദ്വിജൻ, ബ്രാഹ്മണൻ. ദ്വിജൻ എന്ന് പറയുന്നതാണ് ഈ ബ്രഹ്മജ്ഞാനം നേടിയവൻ. രണ്ടാമത് ജനിച്ചു. ഈ തേർഡ് ഐ ഫ്രണ്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടായിരിക്കും ചേട്ടന്റെ അഭിപ്രായത്തിൽ? തേർഡ് ഐന്ന് എനർജിയാണ് പുറത്തു പോകുന്നത്. അത് എന്തുകൊണ്ടാണ് എനിക്ക് പിന്നീട് നമ്മള് ഇത് ഓപ്പണായി, തേർഡ് ഐ ഓപ്പണായി, പിന്നെ കാണുന്ന വിഷൻ എന്ന് പറയാൻ നമ്മളെല്ലാം കാണും. ഈ മായയുടെ ആവരണം നീങ്ങിക്കഴിഞ്ഞു. മൈൻഡ് ആണ് മായയുടെ ആവരണം, അത് നീങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെ, എക്സിസ്റ്റൻസിനെ നമ്മൾ നേർക്കുനേർ അഭിമുഖീകരിക്കുകയാണ്. സത്യത്തെ ദർശിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഒരാൾ മുന്നിൽ വരുന്ന സമയത്ത് നമ്മളെല്ലാം കാണും. അങ്ങേരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, അങ്ങേരുടെ ചുറ്റുമുള്ള ഓറ കാണും. എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്തത് അത് കാണും. ഇപ്പൊ നമ്മൾ ഓറ കാണണം എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ ഓറ കാണും. അല്ല മൈൻഡാണ് കാണേണ്ടത്, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ അങ്ങേരുടെ മൈൻഡിൽ നടക്കുന്നത് കാണും. അല്ലെങ്കിൽ പ്രപഞ്ചം നൽകുന്ന സൂചനകളും. ഒരു ഇഷ്യൂ വരുമ്പോ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഇതിനെന്താ ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് മെഡിറ്റേറ്റീവ് ആയാലും
ആ പ്രപഞ്ചം ആ ഒരു സൂചന നൽകും. പറയാൻ അത് ടാപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. അതൊക്കെ സംഭവിക്കുന്നത് ഈ തേടൈ ഓപ്പൺ ആകുമ്പോഴാണ്. അദ്ദേഹം മാറിക്കഴിഞ്ഞു. മനുഷ്യനല്ല, ദേവനാണ്, ദൈവികതയാണ്. അതാണ് ദൈവികത. വേറെ ദൈവം എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ഇംഗ്ലീഷിൽ ദൈവികതയാണുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ ആദിമമായിട്ടുള്ള ആ ഊർജം എന്ന് പറയുന്നത് അതാണ് ദൈവികത. ആ ദൈവികത ആയിക്കഴിഞ്ഞു, നമ്മൾ അതേ വൈബ്രേഷനിലായി കഴിഞ്ഞു. അത് വലിയൊരു അവസ്ഥയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് വേറെ സ്റ്റേജുകളുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തുരീയം, തുരീയാതി, ഇത് തുരീയ അവസ്ഥ. ഇനി അപ്പുറത്തുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അസ്ട്രൽ ട്രാവലൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അസ്ട്രൽ ട്രാവലൊക്കെ സംഭവിക്കുക. അതുവരെ ഉള്ളതൊക്കെ അസ്ട്രൽ ട്രാവൽ ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ചിലപ്പോ സങ്കല്പങ്ങളാവാം. നന്ദി ചേട്ടാ. നമസ്കാരം. അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ വളരെ സവിശേഷമായ ഇനി ഒരുപാട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സാധനങ്ങളെ സംബന്ധിച്ചും ഒക്കെ. അതൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഒരു ദിവസം വീണ്ടും കാണും. താങ്ക് യു.